മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് അള്ളാഹു സന്ദേശം നൽകുകയാണ്, ഇൽഹാം നൽകുകയാണ്. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് ഏത് വിഷയത്തിനും ഏകൽ അള്ളാഹുവിങ്കിൽ നിന്ന് ഓർഡർ ലഭിക്കലാണ്. ഖദിർ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ, വമാ ഫഅൽതുഹു അൻ അംരി, ഏകൽ കൂടാതെ ഞാനൊന്നും ചെയ്തില്ല. പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഏകൽ മുഖേന മാത്രം പറയുന്നവരുണ്ട്, പ്രവർത്തിക്കുന്നവരുണ്ട്. അതിൽ അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്. ഖദിർ അലൈഹിസ്സലാത്തു വസ്സലാം വലിയാണോ നബിയാണോ? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും വലിയാണെന്ന് പറഞ്ഞെങ്കിലും അസഹായ അഭിപ്രായം നബിയാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ തഫ്സീൽ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കുമൊക്കെ ഇൽഹാമുകൾ, ഏകലുകൾ ഉണ്ട്. ആ ഏകൽ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിക്കുന്നു, മൂസാ നബിയുടെ ഉമ്മക്ക് ലഭിക്കുന്നു. സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു നബിയും ഇല്ല. വമാ കാനത്ത് നബിയ്യൻ ഖത്തു ഉൻസാ, സ്ത്രീകളുടെ കൂട്ടത്തിൽ നബിയില്ല. കാരണം നബിയാ മാത്രം പെണ്ണുങ്ങളുടെ ശാരീരിക പ്രകൃതിയും അവരുടെ ബുദ്ധിപരമായ വികാസവും അനുയോജ്യം അല്ല എന്നത് തന്നെ കാരണം. സ്ത്രീകൾക്ക് അതിപ്പോ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവിടൊക്കെ തെങ്ങില്ലേ, 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 കവുങ്ങുണ്ടോ? കവുങ്ങ് ഞങ്ങൾ നാട്ടിൽ അടക്ക പറിക്കുന്ന സാധനത്തിന് കവുങ്ങ്. ഇവിടെ എന്താ പറയാ? കവുങ്ങ്. തെങ്ങ് കയറുന്ന ഇത്ര പെണ്ണുങ്ങളുടെ ഇവിടെ ഒക്കെ മലപ്പുറം ജില്ലയിൽ ഒറ്റയില്ലേ തെങ്ങ് കയറുന്ന പെണ്ണുങ്ങൾ ഉണ്ടോ? എവിടെയാ തേങ്ങ പറിക്കല്? ഞങ്ങളുടെ നാട്ടിലൊക്കെ തെങ്ങ് കയറുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. ഒറ്റ സ്ത്രീയും തെങ്ങ് കയറി തേങ്ങ പറിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ കവുങ്ങുമ കയറിയിട്ട് അടക്ക പറിക്കുന്നത് കണ്ടിട്ടില്ല. എന്താ കാരണം? ഒക്കെ AP സുന്നികളായതുകൊണ്ടൊന്നല്ല. ഞങ്ങളുടെ നാട്ടിലൊന്നും തെങ്ങ് കയറൽ അധികവും മുസ്ലിമീങ്ങൾ തന്നെയല്ല, പിന്നെ സുന്നികളായാലും പിന്നല്ലേ. സ്ത്രീകളുടെ പ്രകൃതി പുരുഷന്മാരുടെ പ്രകൃതി പോലെയല്ല. അതിലിപ്പോ ആരെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പർദ്ദന്റെ അനുകൂലിയാലും ശരി പ്രതികൂലിയാലും ശരി, ആണും പെണ്ണും ഒരുപോലെയാണെന്ന് ഞാൻ ബുദ്ധിയുള്ളവന് പറയാൻ കഴിയില്ല. ലൈസത്ത് ദക്കറുക്കല്ലും സാധനം ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാ. ആ അല്ലാഹ് പറഞ്ഞിങ്ങനെ അപ്പുറം കണ്ടുപിടിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അത് എഞ്ചിനീയർ ആയാലും ഇല്ല, ഡോക്ടർ ആയാലും ഇല്ല, അല്ലാത്തവരായാലും ഇല്ല, ആരായാലും തിരക്കേടില്ല. അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആണും പെണ്ണും ഒരുപോലെയല്ല, അതിൽ യാതൊരു സംശയവും ഇല്ല. ഇരിക്കട്ടെ, അത് ഒരു രംഗത്തും അല്ല, മതരംഗത്തും ഇല്ല. നമ്മള് റമദാൻ 30 ദിവസം നോമ്പ് എടുക്കും, റമദാൻ 30 ദിവസം നിസ്കരിക്കുകയും ചെയ്യും. എന്നാൽ നമ്മളെ വീട്ടിലുള്ള പല പെണ്ണുങ്ങളും റമദാൻ 30 ദിവസം നോമ്പെടുക്കാൻ അവർക്കൊണ്ട് കഴിയില്ല, റമദാൻ 30 ദിവസവും നിസ്കരിക്കാനും അവർക്കൊണ്ട് കഴിയില്ല. കാരണം സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയല്ല, വളരെ വ്യത്യാസങ്ങളുണ്ട്. നിയമത്തിലും വ്യത്യാസമുണ്ട്, പ്രകൃതിപരമായും വ്യത്യാസമുണ്ട്. അത് അംഗീകരിക്കാതിരിക്കാൻ മനുഷ്യന്മാർക്ക് കഴിയില്ല. അതിരിക്കട്ടെ, കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് വഹീ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് റസൂലാക്കിയതോ നബിയാക്കിയതോ അല്ല, മറിച്ച് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മക്ക് ലഭിക്കുന്നു. ആ ഇൽഹാം കുട്ടിയെ പെട്ടിയിലാക്കി വെള്ളത്തിലൊഴുക്കണം എന്നാണ്. ആ ഉമ്മയുടെ മനക്ലേശം എത്രയായിരിക്കും? പക്ഷേ അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിന്റെ പിന്നിൽ വലിയ വിജയങ്ങൾ വരാനുണ്ട്. അതിനുവേണ്ടിയാണ് പരീക്ഷണം. സുബ്ഹാനല്ലാഹ്. പിന്നെ അന്ന് കള്ളത്തരീക്കത്തുകാരൊന്നും ഇല്ലാത്തത് കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ ആ കുട്ടിയെ വെള്ളത്തിലൊഴിക്കേണ്ടി വന്നപ്പോ വ്യാജത്തരീക്കത്തുകാരും ഇല്ലല്ലോ, അതുകൊണ്ട് അവരാരും അവരെ കറാമത്താണ് എന്ന് പറഞ്ഞിട്ടില്ല. ചിലരുണ്ട് അങ്ങനെ. എന്തെങ്കിലും ഒരു വിഷയം, വല്ല ബലിയത്തുകളോ വലിയ പല പരീക്ഷണങ്ങളോ വരുമ്പോഴേ അത് കറാമത്താണ് എന്ന് പ്രഖ്യാപിക്കുന്ന കുറെ ജാഹിലീങ്ങളുണ്ട് ദുനിയാവിൽ. ഇരിക്കട്ടെ, കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ ആ കുട്ടിയെ പെട്ടിയിലാക്കി വെള്ളത്തിലൊഴുക്കുകയാണ്. അള്ളാഹുവിന്റെ തീരുമാനം, അവന്റെ ഓർഡർ അനുസരിച്ച് റദീതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായി പൊരുത്തപ്പെട്ട് റബ്ബിന്റെ കൽപ്പന സ്വീകരിച്ച് വെള്ളത്തിൽ റബ്ബിന്റെ മേൽ തവക്കുലാക്കി ഒഴുക്കുകയാണ്. കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതാ അള്ളാഹു എത്തിക്കുന്നത് എവിടെയാണ്?
കുട്ടിയെ കണ്ടാൽ കൊല്ലുന്ന ആളുടെ മുന്നിലേക്കാണ് കുട്ടിയെ അള്ളാഹു എത്തിക്കുന്നത്. അതാണ് രസം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഈ കുട്ടിയെ ഡയറക്റ്റ് എത്തിക്കുന്നത് എവിടെ? ഫിർഔനിന്റെ മുന്നില്. അവിടെ അതാണ് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച്, അള്ളാഹു ഉദ്ദേശിച്ച് നടപ്പാക്കും എന്നതിനെ സംബന്ധിച്ച് ബോധമില്ലാത്ത മനുഷ്യനല്ലേ വിഡ്ഢി? അള്ളാഹുവിനെ കുറിച്ച് വിവരമില്ലാത്തവനെ സംബന്ധിച്ച് പിന്നെന്ത് പറയാനാ? അള്ളാഹു മൂസാ നബി അലൈഹി ഇസ്ലാമിനെ എത്തിക്കുന്നത് കഠിന വിരോധിയായ ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ്. പക്ഷേ ജമീഉൽ ഖലായിഖ്, അതേ അള്ളാഹുവിന്റെ പിടിയിലല്ലാതെ, അവന്റെ അധികാരത്തിലല്ലാതെ ആരെങ്കിലുമുണ്ടോ? വല്ല മനസ്സുകളുമുണ്ടോ? ഫിർഔനിന്റെ മനസ്സിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്നത് ഈ കുട്ടിയെ വളർത്തണമെന്നാണ്. അതിന് നിമിത്തമായി പ്രവർത്തിക്കുന്നത് ഒരു പെണ്ണാണ്. ആ പെണ്ണ് ആസിയ ബീബി റളിയല്ലാഹു അൻഹയാണ്. നന്മയ്ക്ക് നിമിത്തമാകാൻ കഴിഞ്ഞാൽ ഹിദായത്തിന് കാരണമാണ്. ആസിയ ബീവിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നീട് കൊടുക്കുന്ന പവർ വലുതാണ്, പരീക്ഷണവും വലുതാണ്. ഉമ്മമാരെ അറിയില്ലേ, കൊടുക്കുന്നത് സ്വർഗമാണ്, പക്ഷേ അതിനു മുമ്പ് അനുഭവിക്കുന്നത് എന്താണ്? അതേത് കാലത്ത് ഇംറഅത്ത് ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു അൻഹാ മഹദിയെ ഫിർഔന് കൊണ്ടുവന്ന് മരുഭൂമിയിൽ കിടത്തിയിട്ട് രണ്ട് കൈകളും നിവർത്തി വെച്ച് ആണി തറിച്ചില്ലേ? ആണി അടിച്ചേറ്റിയില്ലേ? കാലിന് ആണി അടിച്ചേറ്റിയില്ലേ? മരണവുമായി മല്ലിടുന്ന സമയമുണ്ടായില്ലേ? നജ്ജിനീ മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനീ മിനൽ ഖൗമിൽ ളാലിമീൻ റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിലൊരു വീട് തരണേ എന്ന് മഹദി പ്രാർത്ഥിച്ചു. കൈക്കും കാലിനും ഒക്കെ ആണിയടിച്ച് അതേ ശത്രുവായ ഫിർഔൻ സ്വന്തം ഭർത്താവായിരുന്നു. പക്ഷേ സത്യം മുറുകെ പിടിച്ചതിനാൽ മഹദിയെ ഫിർഔൻ തന്നെ കൊന്നുകളഞ്ഞു. പരീക്ഷണം വലുതാണ്, കിട്ടുന്നത് സ്വർഗമാണ്. പൊരുത്തപ്പെട്ടു, റബ്ബിന്റെ തീരുമാനത്തിൽ പൊരുത്തപ്പെട്ടു ബീബി ആസിയ. അതുകൊണ്ട് അല്ലാഹു ഏറ്റവും പൊരുത്തപ്പെട്ട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭർത്താവായി റബ്ബ് നൽകുന്നു. ഞാൻ ചുരുക്കി പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ. മഹദിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹാ മൂസാ നബി അലൈഹിസ്സലാമിനെ പോറ്റി വളർത്തുന്നതിന് നിമിത്തമായി സംസാരിച്ചു. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പോറ്റാനാ തീരുമാനിച്ചത് പോരാ. മൂസാ നബിക്ക് മുല കൊടുക്കാൻ അല്ലാഹു ജല്ല ജലാലുഹു മൂസാ നബിയെ നബിയുടെ ഉമ്മയെ തന്നെ എത്തിക്കാൻ വേണ്ടതൊക്കെ ചെയ്തു. ചരിത്രം നീണ്ടുപോകും, നിർത്തട്ടെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉമ്മ മുല കൊടുക്കുന്നതിന്റെ ഈ ധിക്കാരിയായ ഫിർഔനിനെ കൊണ്ട് അള്ളാഹു ശമ്പളം കൊടുപ്പിച്ചു. സ്വന്തം ഉമ്മ തന്നെ ആ കുട്ടിക്ക് മുല കൊടുക്കട്ടെ, ശമ്പളം നീ കൊടുക്കടാ, നിന്റെ കൊട്ടാരത്തിൽ വെച്ച് പോറ്റടാ. എന്റെ തീരുമാനത്തെ മറികടക്കാൻ അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ധിക്കാരിയായ നിന്നെ കൊണ്ട് കഴിയുമോ? നിന്റെ മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ കഴിയുമോ? അധികാരം അദാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അല്ലാഹുവിനല്ലാതെ ഇവിടെ അധികാരമുണ്ടോ? റബ്ബ് പഠിപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരീക്ഷണം കൊണ്ടൊന്നും തീർന്നിട്ടില്ല. മൂസാ നബി ഇസ്ലാമിന് പിന്നെയും പരീക്ഷണങ്ങളാണ്. വിജയങ്ങളും പരീക്ഷണങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഒരു വിജയമാണ്, ശേഷം പരീക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഫിർഔന്റെ താടി ഇങ്ങോട്ട് പിടിച്ചു. കുട്ടിയായിരുന്ന കാലത്ത് മടിയിന്ന്
പാടി പിടിച്ച് നന്നായിട്ട് വിരിച്ച് നല്ല വേദനയായി ഫിറോവിന്. ഇങ്ങനെയാ എന്നാ കൊന്നാളാണോ? പിന്നെയും മൂപ്പർക്ക് പഴയതിന്റെ ഓർമ്മ വന്ന്. അപ്പോ ആസിയ ബീവി ഇടപെട്ടു. ചെറിയ കുട്ടിയല്ലേ, വിവരമില്ലാത്തതല്ലേ, അത് നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചാൻ പറ്റൂ? ശരി പറ്റും. പിന്നെ എന്റെ താടി തന്നെ പിടിക്കണോ? വേറെ എത്ര സ്ഥലമുണ്ട് പിടിക്കാൻ? താടി തന്നെ പിടിക്കണോ? അപ്പൊ ആസിയ വിവരമില്ലാത്ത കുട്ടി എന്താ തെളിവ് നമുക്കൊന്ന് പരീക്ഷിച്ചാളിയാ. കുറച്ച് സ്വർണവും കൊണ്ടുവന്ന് വെക്കുക, കുറച്ച് തീക്കട്ടയും കൊണ്ടുവന്ന് വെക്കുക. ഏതാ കുട്ടി എടുക്കുന്നത് നോക്കുക. രണ്ടും കൊണ്ടുവന്ന് വെച്ചു, പരീക്ഷണത്തിന് വെച്ചു. മൂസാ നബി അലൈഹി സ്വലാം സ്വർണത്തിലേക്കാ കൈ കൊണ്ടുവന്നത്. ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് തട്ടിയിട്ട് തീ കഷ്ട എടുപ്പിച്ചു. എടുത്തിട്ട് മൂസാ നബി അലൈഹി സ്വലാം വായിലിട്ടു. അല്പം പൊള്ളുവൊക്കെ ചെയ്തു. സാരല്ല, അത് ജീവൻ രക്ഷിക്കാനാ. കുറച്ച് പൊള്ളിക്കോട്ടെ, അത് ജീവൻ രക്ഷിക്കാനാ. കുറച്ച് പുകയൂന്നേ ഉള്ളൂ, ജീവൻ രക്ഷിക്കാനാ. ജിബ്രീൽ അലൈഹി സ്വലാം ഇടപെട്ടിട്ടാണ് ഇവിടെ അല്പം പൊള്ളിച്ചത്. അത് പൊള്ളൽ ആവശ്യം അവിടെ. അതും കഴിഞ്ഞ് മൂസാ നബി ഇസ്ലാം വളർന്നു, വലുതായി, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായി. ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ ഒരു സാധു മനുഷ്യൻ, അതേ ഇസ്രായേലികൾ ബന്ധത്തിൽപ്പെട്ട ആളാ, സാധു മനുഷ്യനാ, ഫിറഔന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കലനായ മനുഷ്യൻ ആക്രമിക്കാണ്. മൂസാ നബി ഇസ്ലാമിനോട് സഹായം ചെയ്ത് ഖുർആൻ പറഞ്ഞില്ലേ. അപ്പൊ മൂസാ നബി ഇസ്ലാം ഈ കല്ലനായ മനുഷ്യനെ, അവനെ ഈ അക്രമത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി മൂസാ നബി ഇസ്ലാം അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ അവൻ മൂസാ നബി ഇസ്ലാമിനെ വധിക്കാനോ അടിക്കാനോ ശ്രമിക്കാണ്. മൂസാ നബി ഇസ്ലാം നല്ലൊരു തട്ടം കൊടുത്തു. കാരണം അപ്പൊ ഒരു നല്ല തട്ട് കൊടുത്താലേ ശരിയാവുള്ളൂ, അല്ലെ പിന്നെ അവരിങ്ങോട്ട് ആക്രമിക്കും. പക്ഷെ ആ തട്ടില് മൂസാ നബി ഇസ്ലാം ഇവനങ്ങ് ശരിയായി പോട്ടെ വിചാരിച്ച് തട്ടിയതൊന്നും അല്ല. പക്ഷെ ആ തട്ടില് മൂപ്പര് ശരിയായി പോയി. എന്താക്കാനാ, അങ്ങനെ ശരിയാണോ എന്ന് വിചാരിച്ച് തട്ടിയതൊന്നും അല്ല. തട്ടിയതൊരു തട്ട് കൊടുത്ത തട്ട് കുറച്ച് കടുപ്പത്തിലായി പോയി. അപ്പോ അവൻ അങ്ങ് ശരിയായി പോയി. മൂസാ നബി ഇസ്ലാം ആകെ ബേജാറായി. കാരണം അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് തട്ടിയതല്ല. പക്ഷേ മൂസാ നബി ഇസ്ലാം പിറ്റേ ദിവസം ഇങ്ങനെ പോകുമ്പോ പിന്നെയുണ്ട് ഇന്നലത്തെ അതേ ചങ്ങാതി തന്നെ, അസാധു മനുഷ്യൻ. അയാൾ ഇന്ന് വേറൊരുത്തനായിട്ട് കല്ലത്തുണ്ടാക്കുന്നുണ്ട്. എടാ നീ എപ്പോഴും ഇങ്ങനെ തന്നെ എല്ലാവരും കല്ലത്തുണ്ടാക്കലാ, നിനക്ക് മണി എന്ന് മൂസാ നബി ഇസ്ലാം ചോദിക്കാൻ നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ് അവന് തോന്നി ഇപ്പൊ മൂസ വന്നിട്ട് എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നി. അപ്പൊ അവനങ്ങ് പറഞ്ഞു, ഇന്നലെ ഒരുത്തനെ കൊന്ന പോലെ ഇന്ന് എന്നെയും കൊല്ലുകയാണോ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, കൊന്നത് ഫ്ലാഷ് ആയി പോയില്ലേ, കൊന്നത് ഈ എതിരാളി അറിഞ്ഞില്ലേ. പിന്നെ മൂസാ നബി ഇസ്ലാം നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോഴാണ് ഒരാൾ വന്നു പറയുന്നത്, പെട്ടെന്ന് നാട് വിട്ടോളണം. കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം നാട് വിടുകയാണ്, മദിയനിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അതാ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് സഹായം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി ഒരു നയാകാശ് വാങ്ങാതെ പാവപ്പെട്ടവർക്ക് സാന്ത്വന പ്രവർത്തനം നടത്തുകയാണ്. പാവപ്പെട്ട പെൺകുട്ടികളെ സഹായിക്കുകയാണ്. അതിന്റെ പേരിൽ മദിയനിൽ ഒരുപാട് കാലം താമസിക്കാനുള്ള സംരക്ഷണവും, അതേ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ സംരക്ഷണവും സഹായവും വിവാഹമടക്കം നടക്കുകയാണ്. അവിടുന്ന് പിന്നീട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഫിർഔനിന്റെ സമീപത്തേക്ക് തന്നെ അല്ലാഹ് പറഞ്ഞേക്കുകയാണ്. ഒന്നിനെ മേരെ ഒന്നായി പരീക്ഷണങ്ങൾ തന്നെ, പ്രശ്നങ്ങൾ തന്നെ, ഇടക്കിടക്ക് സന്തോഷം തന്നെ, വിജയം തന്നെ. അവസാനം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉറച്ചു നിന്നവരെയും മൂസാ നബിയെയും പിടിച്ചു കൊല്ലാൻ ഫിർഔനും കൂട്ടരും വരുമ്പോൾ അതിലിടക്ക് സംവാദം നടന്നിട്ടുണ്ട്, മുഖാമുഖം നടന്നിട്ടുണ്ട്, പലതും മത്സരം നടന്നിട്ടുണ്ട്. അവിടെയെല്ലാം മൂസാ നബി അലൈഹി ഇസ്ലാം വിജയിക്കുകയാണ്. പ്രശ്നങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്. അവസാനം മൂസാ നബിയെയും സമൂഹത്തെയും പിടിക്കാൻ വരുന്നു. പിന്നിൽ ഫിർഔനും പട്ടാളവും വരുന്നു. മുന്നിൽ ഖൽസും സമുദ്രം, ചെങ്കടൽ വരുന്നു. ആ ചെങ്കടലിന് വെടികൊണ്ടടിക്കുന്നു. ചെങ്കടൽ മാറി നിന്നുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമും കൂടെയുള്ളവരും അതാ കടന്നു പോകുന്നു. ഫിർഔൻ എന്ന അധികാരിയുടെ അഹങ്കാരത്താൽ അവരും അവന്റെ കൂടെയുള്ളവരും ചെങ്കടലിലേക്ക് കടക്കുന്നു. വഴിയിൽ മധ്യത്തിലെത്തുമ്പോൾ വെള്ളം പരസ്പരം കൂട്ടിയിട്ട് ആ അധികാരിയായ ഭരണാധികാരിയെയും കൂടെയുള്ളവരെയും അല്ലാഹു നശിപ്പിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഉള്ളവരെയും അല്ലാഹു രക്ഷപ്പെടുത്തുന്നു.
എന്തിനാണ് സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചത്? പരീക്ഷണങ്ങൾ ലോകത്തുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, സന്തോഷങ്ങളുണ്ടാകും, വിജയങ്ങളുണ്ടാകും. അവിടെയെല്ലാം റബ്ബിന്റെ തീരുമാനത്തിൽ പൊരുത്തപ്പെട്ടുകൊണ്ട് റബ്ബിന് തഖ്വ ചെയ്ത് അള്ളാഹു കൽപ്പിച്ചതെടുത്ത് അള്ളാഹു വിരോധിച്ചതൊഴിച്ച് അള്ളാഹുവിൽ അർപ്പിച്ച് അള്ളാഹുവിലേൽപ്പിച്ച് തഖ്വയോടെ ജീവിച്ച് മരിക്കാൻ നമ്മൾ സന്നദ്ധരാകാനാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കണം. പരമാവധി ജമാഅത്തായി തന്നെ പുരുഷന്മാര് നിസ്കരിക്കണം. സ്ത്രീകളെ, ഹബീബായ നബിതങ്ങൾ നിങ്ങൾക്ക് വീട്ടിലാണ് നിസ്കാരം പഠിപ്പിച്ചത്. നിങ്ങൾ വീട്ടിൽ വെച്ച് കൃത്യമായി നിസ്കരിക്കണം. സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കണം. ദിക്റും ഔറാദും സലാത്തും ഒക്കെ കൊണ്ടുവരണം. സാലിഹീങ്ങളെ സ്നേഹിക്കണം. നബിതങ്ങൾ ജനിച്ചതിൽ സന്തോഷിക്കണം. അതുപോലെ നല്ല കാര്യങ്ങളിലെല്ലാം നമ്മൾ പങ്കുചേരണം. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. SYSന്റെ 60ാം വാർഷികം, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലല്ലേ നിങ്ങളുള്ളത്? ഞാനൊരു കാര്യം പറയട്ടെ. 25,000 സഫുവ അംഗങ്ങളെ ഈ രാജ്യത്തിന് സമർപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ആ സഫുവ അംഗങ്ങൾ പ്രത്യേകമായ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അതേ യൂണിഫോമിലായി വരുന്ന 28-ാം തീയതി നിങ്ങളെ മലപ്പുറം ജില്ലയിലെ സഫുവ അംഗങ്ങൾ 5000-ഓളം ആളുകൾ മഞ്ചേരിയിൽ വെച്ച് സഫുവ റാലി നടത്തി. നമ്മുടെ സ്വാഗത സംഘ പ്രഖ്യാപനം നടക്കുകയാണല്ലോ, നിങ്ങളൊക്കെ അറിയുമല്ലോ. എന്നാൽ ഈ 25,000 ആളുകളും തഹജ്ജുദ് നിസ്കരിക്കുന്നവരായിരിക്കണമെന്ന് ഞാൻ സഫുവയുടെ ചീഫുമാർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓർമ്മപ്പെടുത്തി. കാരണം വലം തോ സുന്നതമൻ അഹ്യല്ലമായില അനിസ്തഖത് ഖദമാ ഹുദുർ മിൻ വറമി മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. 5:10 സുബ്ഹിയാണെങ്കിൽ 4:30 എഴുന്നേൽക്കുന്ന നമുക്ക് ഒരു 2 റകഅത്ത് തഹജ്ജുദിന് സമയം കിട്ടൂലേ ചെറുപ്പക്കാരെ? ഇശാ നിസ്കരിച്ച് കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമല്ലേ തഹജ്ജുദ്? അത് വിത്ർ നിസ്കാരം. ആ സമയത്ത് നിസ്കരിച്ചാലും തഹജ്ജുദ് തന്നെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കരിച്ചത് അങ്ങനെയാണ്. ആ തഹജ്ജുദ് നിസ്കാരം അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചത് 2 റകഅത്തല്ല 11 റകഅത്താണ് സാധാരണ നിലക്ക് നിസ്കരിച്ചത്. റമളാനിലും അല്ലാത്തപ്പോഴും അത് 11-നേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അത് വിത്റാണ്, തഹജ്ജുദാണെന്ന് ഇബ്നു തൈമിയ്യ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ 11 റകഅത്ത് വിത്ർ നിസ്കരിക്കുമ്പോ 1-ാമത്തെ റകഅത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അൽ ബഖറ സൂറത്താ ഓതിയത്. സുബ്ഹാനല്ലാഹ്. 2-ാമത്തെ റകഅത്തിൽ ആലു ഇമ്രാൻ സൂറത്താണ് ഓതിയത്. അങ്ങനെയുള്ള 11 റകഅത്തിൽ റുകൂയിലും സുജൂദിലും 100 കണക്കിന് തസ്ബീഹാണ് ചൊല്ലിയത്. കാലിന് നീര് കെട്ടി വീർക്കാതിരിക്കുമോ? തങ്ങൾക്ക് പ്രയാസമുണ്ടാകാനല്ല ഈ ഖുർആൻ ഇറക്കിയത് എന്ന് അല്ലാഹു തആല പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടി വന്നില്ലേ? രാത്രി സമയം എഴുന്നേറ്റ് നിസ്കാരം നിർവഹിച്ചിട്ടല്ലേ? അങ്ങനെയല്ലേ കാലിന് നീര് കെട്ടി വീർത്തുപോയത് ആർക്കാണിത്? ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല, തെറ്റ് ചിന്തിച്ചിട്ടില്ല. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് നീര് കെട്ടി വീർത്തുകൊണ്ടാണ് തഹജ്ജുദ് നിസ്കരിച്ചതെങ്കിൽ റബീഉൽ അവ്വൽ മാസം വരുമ്പോ സന്തോഷം പ്രകടിപ്പിച്ച് മദ്ഹ് പറയുന്ന നമ്മൾ, സന്തോഷം പ്രകടിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്ന നമ്മൾ, ആ റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്യുന്ന നമ്മൾ ഒരു 2 റകഅത്തെങ്കിലും സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ഞാൻ ആ സുന്നത്ത് നടപ്പാക്കുമെന്ന് പ്രതിജ്ഞയെടുത്താൽ
വലിയ ഭാഗ്യമല്ലേ? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ മിൻ ഖുർറതി അയ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരു കണ്ണുകൊണ്ടും കണ്ടതല്ല, കാതുകൊണ്ട് കേട്ടിട്ടില്ല, മനസ്സിൽ ഉദിച്ചിട്ടില്ല, വർണ്ണിക്കാൻ സാധ്യമല്ല. സ്വർഗം റബ്ബ് തരുമ്പോൾ, അതിനുള്ള ആനുകൂല്യം കിട്ടുമ്പോൾ, പാതിരക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചവർക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം അത് വലിയ മഹത്തായ പ്രതിഫലമല്ലേ ചെറുപ്പക്കാരെ? ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കൂ. തൊട്ടടുത്ത പള്ളിയിൽ സുബ്ഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കൂ. ഇബാദത്തുകളിൽ നമ്മുടെ സമയം വിനിയോഗിക്കൂ. ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയുന്ന ഏർപ്പാടുകളും, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്ന ഏർപ്പാടുകളും, ചങ്ങമാരെ നിന്ദിക്കുന്ന ഏർപ്പാടുകളും, അനാവശ്യ സംസാരങ്ങളും അനാവശ്യ ചിന്തകളും ഒക്കെ ഒഴിവാക്കി എന്റെ ആഖിറം എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും, എനിക്കെങ്ങനെ സ്വർഗത്തിലെത്താൻ കഴിയും, എനിക്കെങ്ങനെ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധരാകേണ്ടതുണ്ട്. നമ്മുടെ SYS-ഉം SSF-ഉം മറ്റുള്ള എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളും സ്ഥാപനങ്ങളും, നമ്മുടെ ഇവിടെയുള്ള സ്ഥാപനങ്ങളടക്കം എല്ലാം സ്വർഗത്തിന് വേണ്ടിയാണ് കേട്ടോ. ആ സ്വർഗത്തിൽ 2 കാലും എടുത്തു വെക്കുന്നത് വരെ ഒരാളും ഹുങ്ക് പറയണ്ട, ബീംബളക്കണ്ട, ഞാനൊരു വലിയവരാണെന്ന് ചിന്തിക്കണ്ട. സാലിഹീങ്ങളൊക്കെ അവർക്ക് വല്ല അത്ഭുതങ്ങളും പ്രകടമാകുമ്പോൾ ങ്ങൾ പറഞ്ഞില്ലേ, അവര് പേടിച്ച് വിറക്കുകയാണ്. ഇത് പരീക്ഷണമാണോ? അല്ലാ, അതുകൊണ്ട് ആരും തന്നെ അഹങ്കരിക്കണ്ട. റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് അവന്റെ ഔദാര്യം കൊണ്ട് ആഖിറമൊന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച്, ഈ ഭൗതികമായ ലോകം തർക്കത്തിന്റെ ലോകമാണ്, കുറ്റം പറച്ചിലിന്റെ ലോകമാണ്, അനാവശ്യത്തിന്റെ ലോകമാണ്, മദ്യപാനികളുള്ള ലോകമാണ്, വ്യഭിചാരികളുള്ള ലോകമാണ്, ആലിമീങ്ങളെ നിന്ദിക്കുന്ന ലോകമാണ്, സാലിഹീങ്ങളെ കുറ്റം പറയുന്ന ലോകമാണ്, പലിശക്കാര ലോകമാണ്, ഹറാമും ഹലാലുമില്ലാതെ ബിസിനസ് നടത്തുന്നവരുടെ ലോകമാണ്. ഇവിടെ ഏത് തോന്നിമാസത്തിനും അവസരം കിട്ടുന്ന ലോകമാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അബൂജഹൽ കടക്കുന്ന, ഫിറഔന് കടക്കുന്ന, അബൂലഹബ് കടക്കുന്ന, റബ്ബേ അവര് കടക്കുന്ന നരകാഗ്നിയിൽ അവരുടെ വിരോധികളായ ഞങ്ങളെ നീ എത്തിക്കരുത് അല്ലാ. അവരുടെ എതിരാളികള് അവര് കണ്ടുവെച്ച അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് അവരെ കൂടെ നീ ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. നരകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തവനാരോ ഫഖദ് ഫാസ്, അവൻ വിജയം കൈവരിച്ചു പോയി. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഭൗതിക ലോകം ചതിയുടെ ലോകമാണ് കേട്ടോ. ഇവിടെ ഉള്ള ഒന്നിലും ഖൽബിൽ അഹങ്കാരം തോന്നിപ്പോകാതെ താഴ്മയോടെ റബ്ബിനോട് സ്വർഗം ചോദിച്ച്, നരകത്തിൽ നിന്ന് കാവല് ചോദിച്ച്, അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച് ജീവിക്കാൻ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ.